എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞു നിർത്തിയത് പ്രവാസ ലോകത്തിനെ കുറിച്ചാണല്ലോ, ഗൾഫ് ജീവിതത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ മൂദേവിലത്തെ വീട്ടിൽ 2 വർഷം എത്തുകയാണ് കേട്ടോ. അപ്പോൾ എത്തുന്ന സമയത്ത് ഞാനിങ്ങനെ പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടിക്കെട്ട് സാധാരണ അറബികളാട്ടോ, അറബി വീട്ടിൽ അറബികളെ പെട്ടി കെട്ടുക. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ കർട്ടൂൺ പെട്ടി കൊണ്ടുവന്ന് അതിലൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, മാമ ഇത് സാധനം പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. വേണ്ടല്ല, ഇല്ല ചെയ്തോ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അങ്ങനെ ഞാനപ്പോൾ അറബി കുട്ടികളെയും വിളിച്ച് അവരൊക്കെ കൂടി സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം അറബി വന്നപ്പോൾ അറബിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അറബിയോട് പറഞ്ഞപ്പോൾ അറബി സ്പോൺസർ, അവൻ്റെ പേര് സൈഫ് എന്നാണ്. അപ്പോൾ അവനത് കെട്ടി തന്നു കഴിഞ്ഞു. പിന്നെ പോരാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാധനങ്ങൾ എന്തെങ്കിലും കട്ടുകൊണ്ടുവന്ന് പറയും, അത് പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പെട്ടിയിൽ സാധനങ്ങൾ അടക്കി തരാൻ പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പോൾ അറബിച്ച് പറഞ്ഞു, ലൈല അങ്ങനെ ഇല്ല, ലൈലേനെ അങ്ങനെ സംശയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറബിച്ചിയുടെ വക 2 കമ്മൽ, പിന്നെ ഒരു കർട്ടൂൺ പെട്ടി, ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് അറബിച്ച് തന്നു. ഒരു ടിന്ന് പാൽപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് അറബിച്ച് തന്നിട്ടാ. അതൊക്കെ തന്ന് പെട്ടി കെട്ടി പോരാൻ നേരത്ത് എൻ്റെ ഈ സാധനങ്ങൾ റോളിലാണോ സ്വർണ്ണമാണോ എന്നറിയില്ലോ, ഇത് മുഴുവൻ എടുത്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അവിടെ ഇന്നമാതിരിയാണെന്നുള്ള ഒരു ഇതില്ല കേട്ടോ, ഒരു ഭയമില്ലേ. ഭയം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല, ഗൾഫിനെ കുറിച്ച്. ഞാൻ എന്ത് ചെയ്തു, ഒരു കടയിൽ പോയി, മലയാളിയുടെ കടയിൻ്റെ അടുത്തിട്ടാണ്. ആ കടയിൽ പോയിട്ട് നമ്മളെ തലയിൽ ഇങ്ങനെ തേക്കണ ക്രീമുണ്ട്, തലയിൽ തേക്കണ ക്രീം, അതിൻ്റെ വലിയൊരു ചെപ്പ് മേടിച്ചു, പച്ച കളർ ചെപ്പ് ഇട്ടാ. ഞാനത് കൊണ്ടുവന്നിട്ട് ആ ക്രീം, എനിക്കൊരു ബുദ്ധി തോന്നിയതാട്ടോ, അല്ലാണ്ട് ആരും അറിഞ്ഞതല്ല. ഈ ക്രീം പകുതി ഞാൻ ഈ ചെപ്പിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ മുക്കാണോ സ്വർണ്ണമാണെന്ന് എനിക്കറിയില്ലല്ലോ, മുക്കാന്നും പറഞ്ഞാണ് ഞാൻ എന്തായാലും അത് വെച്ച് കൊണ്ടുവരാം, നാട്ടിൽ കൊണ്ടുവന്ന് നോക്കാം എന്നും വിചാരിച്ച് ഇത് കൈച്ചെയിനും മാലി മോതിരവും കമ്മലൊക്കെ ഉണ്ടാക്കി എടുത്ത് അതിലിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ക്രീം വെച്ച് ഈ അലുമിനിയം പേപ്പർ കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലിട്ടു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചില്ല, എൻ്റെ ഹാൻഡ് ബാഗിലിട്ടു. അതിൽ പാസ്പോർട്ട് ഇട്ടു, അത് തോളിലിട്ടു കേട്ടോ. എന്നിട്ട് അങ്ങനെ അറബിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ രാത്രി പോവാണ്, യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ അറബി കൂടെ വന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കറങ്ങി പോണൊരു ഇതുമ്പോൾ വെക്കും. എല്ലാതും ഊരി വെച്ചു ഞാൻ കേട്ടോ. ഊരി വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി രക്ഷപ്പെട്ടു. നാട്ടിൽ വന്നിട്ടും കുഴപ്പമുണ്ടായില്ല, നാട്ടിൽ വരുന്നവരെയും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ സ്വർണ്ണപ്പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ ഇത്തിരി സാധനങ്ങൾ അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഇത് മുക്കാണോ സ്വർണ്ണമാണോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കയ്യിൽ കൊടുത്തു വിട്ട് നോക്കിയപ്പോൾ ശരിക്കും നല്ല സ്വർണ്ണമല്ല, എന്നാൽ 18 ഗ്രാമിൻ്റെ അല്ല 18 കാരറ്റിൻ്റെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സാധാരണ അന്ന് 22 കാരറ്റാണ് സ്വർണ്ണം, 24 കാരറ്റ് തങ്കമാണ്. അപ്പോൾ ഇത് 18 കാരറ്റിൻ്റെ ഇല്ല, കുഴപ്പമില്ല. അപ്പം ഞാൻ നന്നായി അത് വിറ്റോ എന്നും പറഞ്ഞ് അത് വിറ്റ് ആ കാശ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ TV-യുടെ കുട വെച്ചു. അന്ന് കുടകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുട വെച്ചു, TV മേടിച്ചു, വഴി മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. സന്തോഷം ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ക്യാൻസൽ അടിച്ച് വന്നല്ലോ. പിന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാശില്ലെങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും വീണ്ടും പോകാൻ തോന്നും. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണിൽ ചവിട്ടണവർക്ക് അവിടുത്തെ പൈസ ഭയങ്കര പൊലിമയാട്ടാണ്, ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞോടെ, ഇല്ല നമുക്കൊരു എന്തെങ്കിലും ഒരു തൊഴിൽ, ഞങ്ങൾക്ക് തൊഴിലില്ല, 3-4 പേർക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം എന്തെങ്കിലും വലിയ കാശൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ചെറുതായിട്ടൊരു ഹോട്ടൽ തുടങ്ങാം, വനിതാ ഹോട്ടലിന് പേരിടാമെന്ന്. അങ്ങനെ ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അങ്ങനെ കച്ചവടം തുടങ്ങാം. അങ്ങനെ കച്ചവടം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
വീണ്ടും കടയിലേക്ക് ഒരാൾ വന്നു. അത് വാടാനപ്പള്ളിയിലുള്ളതാട്ടോ ഒരിക്ക ബഷീർ പേര്. അത് കടയിൽ കയറി വന്നു. അപ്പോൾ കടയിൽ കയറി വന്നിട്ട് ആളിങ്ങനെ അറബിയിലെന്ന് അപ്പം ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് ഇങ്ങനെ അറബി പോലെ പറഞ്ഞു, അയ്യോലിയിലേക്ക് അറബി അറിയൂ? അതെ. എന്നിട്ട് എവിടെയായിരുന്നു? ഞാൻ ഖത്തറിൽ. അതെ. എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യണം, ഇനി പോകാമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഞാൻ പറഞ്ഞു പോവാം, നല്ല വിസ കിട്ടിയാൽ പോവാം. അപ്പോൾ അവൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യ്, എൻ്റെ അറബിയുടെ എനിക്കൊരു കൂട്ടുകാരനുണ്ട് അറബി, പൊറോട്ട മേക്കറാണ്. അവിടെ ഒരു കുട്ടീനെ നോക്കാനാണ്. 15 വയസ്സുള്ള ഒരു ആൺകുട്ടി, പൊട്ടനാണ്, മുട്ടുകുത്തി നടക്കുള്ളൂ. പിന്നെ അവനെ ഭക്ഷണം കൊടുക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പറയാം, അപ്പോൾ എനിക്കിവിടെ കടയിൽ നിന്നിട്ട് വലിയ വരുമാനം ഉണ്ടെങ്കിലും കൂടെ ഇവർക്ക് ശമ്പളം കൊടുക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഓരോരുത്തർ അതിൽ നിന്ന് പിരിഞ്ഞു പോവാം. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഇക്ക വന്നത്. അപ്പോൾ ഞാൻ എന്നാൽ ശരി എന്നും പറഞ്ഞ് ഈ കടയിൽ ഫുള്ള് അഡ്രസ്സ് കൊടുത്തു, ഡീറ്റെയിൽസും കൊടുത്തു. ഇക്ക പോയി. മസ്കറ്റിലാണ് കേട്ടോ. മസ്കറ്റ് എന്നിട്ട് അവിടെ ചെന്നു കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇനി അടുത്ത ഞാൻ ഇപ്പോൾ ആഴ്ചയില ഷോർട്സ് ഇടണുള്ളൂ കേട്ടോ. ആഴ്ചയില നിങ്ങൾ ലൈക്ക് അടിക്കണേ, മറക്കരുത്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ വിശേഷങ്ങളും ഞാൻ പറയാം കേട്ടോ, ഗൾഫ് വിശേഷങ്ങളൊക്കെ. നന്ദി കേട്ടോ, നമസ്കാരം ഉണ്ട് കേട്ടോ.